ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷയാൻസ് പ്രോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതായത് തന്നെ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ട് മുട്ടയാണ് പൊട്ടിച്ച് ഒഴിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 3 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു നുള്ളിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. ബാക്കിയുള്ള പഞ്ചസാരയും ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ബീറ്റ് ചെയ്തെടുക്കുക. മൊത്തം ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയിലേക്ക് നന്നായിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിലും ഞാനിടുന്ന വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിലേക്ക് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കൂടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാര സിറപ്പ് കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇതുപോലെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ക്രീം ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അപ്പോൾ അതിന് മുകളിൽ മറ്റുള്ള ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഇതുപോലെ പഞ്ചസാര എല്ലാം നമുക്ക് തേച്ച് കൊടുക്കാം. അതിന് ശേഷം ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഇതേപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം. അതാ ഞാൻ വിപ്പിംഗ് ക്രീമൊക്കെ എല്ലായിടത്തും ആക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ട ഡെക്കറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്യാം. ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ ചെറീസും കൂടി മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.